അങ്ങനെ ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ഉമ്മാന്റെ ഫാമിലിന്റെ ഒന്നിച്ച് ഒരു ഫാമിലി ട്രിപ്പ് പോക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് വയനാട് എത്തിയ സമയത്തായിരുന്നു. ആടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന വീഡിയോ എടുത്ത് പിന്നെ ഒരു സെൽഫി എടുത്ത് അതിന് ശേഷം ആടുന്ന് കുറച്ച് ആൾക്കാർ ചായയൊക്കെ കുടിച്ച്. എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചായ ഒന്നും കുടിക്കാൻ പോയില്ല. ലേശം തക്കാളി തൊക്കും കഴിച്ചിട്ട് ഇങ്ങനെ വൈബ് പിടിച്ചിരിക്കലേനും. വൈബ് എന്നെല്ലാം വെച്ചാൽ മോൾ ഒരേ ഛർദ്ദിനും, അതുകൊണ്ട് അത്ര വൈബ് നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ തേയിലത്തോട്ടം കാട് എന്ന് പറഞ്ഞിട്ട് കൂടുതലൊരു വൈനമ്മ പോയിട്ടുണ്ടായി. ചെക്ക് പോസ്റ്റ് അങ്ങ് കഴിഞ്ഞ സമയത്ത് ഒരു ആനിനെ പോലും കണ്ടിട്ടില്ല. ഇത് നമുക്ക് മസനോടി വഴി വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന് കൊടുക്കുന്ന സമയത്ത് അന്നാടുന്ന സജഷൻ പറയണെങ്കിൽ അങ്ങനെ പോവായിരുന്നു അല്ലേ. പക്ഷെ കുറച്ച് മാനെ കണ്ടിട്ടുണ്ടായിരുന്നു. മാനെ സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് അരിയുണ്ടി തന്ന് തേയിലത്തോട്ടും കാടും ഇങ്ങനെ മാറി മാറി നോക്കിയിരിക്കലായിരുന്നു. തണുപ്പിന് തീരെ കുറവുണ്ടായിട്ടില്ല. പൈൻ ഫോറസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആടെ വണ്ടി ഇരുത്തി എല്ലാവരും ചേറെ പറ ഫോട്ടോ എടുക്കല്. നേരെ മേലെ എത്തിയിട്ട് ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. നമ്മൾ ഏകദേശം 14-15 ആൾക്കാരുണ്ടായതുകൊണ്ട് ഹോട്ടലിൽ കയറി ഇന്നൊന്നും ഇറങ്ങൂല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട്. അതായത് കുറച്ചധികം ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ രാവിലത്തെ നാസ്തയും ചായയും റാത്തായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിയായിട്ട് നാളെ വരാം. അങ്ങനെ നമ്മൾ വണ്ടി ഇരുത്തി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്നെല്ലാം വെച്ചാൽ നെയ്പ്പത്തിലും ചിക്കൻ കറിയും ഒറോട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചായയും. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഫസ്റ്റ് കണ്ട ഒരു സ്ഥലത്ത് വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ പോയ സ്ഥലമാണ് ഭയങ്കര ബിറ്റ്. അതായത് ഗൈസ് വലിയൊരു മൊട്ടമാടി. നിങ്ങൾക്ക് വേണം അവിടെ പോയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ എടുത്തിട്ടുണ്ടായിന്. നമ്മൾ ഇനി മുന്നേ പോയിട്ടുണ്ടായി. ഏകദേശം 10 കൊല്ലം മുന്നേ മറ്റാന്ന്. ഞാൻ എന്തായാലും 10ാം ക്ലാസ്സിലേനു കേട്ടാ. പരീക്ഷേന്റെ റിസൾട്ട് വന്നിട്ട് മാർക്ക് പറഞ്ഞിട്ട് ഞാൻ പൊട്ടം കാണുന്ന പോലെ വണ്ടിയിലിരുന്ന് കളിയത് ഞാൻ ഇന്ന് ഓർക്കുന്നു. അതും മൂട്ടിലേക്ക് വന്ന അതേ സമയത്തിനേനും അത് ഇന്ന് വണ്ടി എന്ന് പറയുന്ന സമയത്ത് എന്നാന്നറിയില്ല, മാപ്പിളെല്ലാം അടുത്തുണ്ടായോണ്ടെന്നറിയില്ല, ഭയങ്കര നാണക്കേടായിട്ടുണ്ടായി. ഞാൻ പക്ഷെ എന്തിനായിരിക്കും വന്ന കാരണത്തില്ലത് എന്ന് എനിക്ക് ഇന്നും ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഏടൊരാളോട് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് ഇല്ല തന്നെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. എന്നാ പിന്നെ പോട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഫിംഗർ പോയിന്റ് എത്തിയ സമയത്ത് അവര് പറഞ്ഞു നിങ്ങൾക്ക് വണ്ടീനും കൊണ്ടൊന്നും ഇങ്ങോട്ട് പോകാന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വണ്ടിക്ക് പോകാം. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരുപാട് നേരം ആലോചനയ്ക്ക് ശേഷം എല്ലാരും പറയാം പിന്നെ ഒന്നും പറയണ്ട, നമുക്ക് നേരെ ഈ വണ്ടി കയറി തീർത്തേക്കെങ്ങും പോവാന്ന്. അങ്ങനെ നമ്മളിപ്പോ ഗാർഡനിലേക്ക് പോക്കാന്നിട്ട് ഇതിന്റെ ബാക്കി അങ്ങനെ നമ്മള് ഒരാൾക്ക് 100 രൂപ കൊടുത്തിട്ട് സർക്കിട്ട് ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ട്രാവലറിലല്ലേ പോയെന്ന്. അതായത് രമണ നമ്മളെ ട്രാവലറിൽ തന്നെയും പോയിട്ടുണ്ടായത്. പക്ഷേ എങ്കിൽ ഇന്ന് സൺഡേ ആണ്. അത് മാത്രമല്ല ആടെ റോഷോ അത് ഇത് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ആകുന്നതുകൊണ്ട് ഈ ഒരു ബസ്സിൽ വേണം പോവാൻ. ഇനി ഒറ്റൊരു പ്രാവശ്യം ടിക്കറ്റ് എടുത്തായി ഇത് നിങ്ങളെല്ലായിടത്തേക്കും കൂട്ടി പോയിക്കോളൂ. നിങ്ങളിപ്പോ കാറിലോ ബൈക്കിലാന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ല. അതിനിടക്ക് ആരുവാടുന്ന മതിലായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആടെ എത്തിയ സമയത്ത് സത്യം പറയാല ഭയങ്കര വൃത്തിയായിട്ട് സ്മെല്ല് ചെയ്യുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും ഒരു വൈറ്റ് പൗഡർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല, നാറ്റത്തിന് ഒരു കുറവും. പക്ഷെ വേണമെങ്കിൽ പറയാം ടു ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് ഈ തണുത്ത കാലാവസ്ഥ എന്ന് വെച്ചാൽ അതും മതി എനിക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓരോ വീക്ക് പോയിട്ടുണ്ടായിന്. പക്ഷെങ്കിൽ ലാസ്റ്റ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോയി കുറേ നേരം ആടി ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായി. എല്ലാവരും ആടി ഇരിക്കട്ടെ നമുക്ക് ഈ ഗാർഡൻ മൊത്തത്തിൽ കാണാന്ന് പറഞ്ഞിട്ട് ന്യൂ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് മേലോട്ട് കുറച്ചും കൂടെ സ്ഥലമുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഫോട്ടോ എടുത്ത് പോയാൽ പോരെ. പക്ഷെ വന്ന സ്ഥിതിക്ക് എല്ലാം കാണണ്ടേ, അങ്ങനെ എല്ലാം കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗാർഡനിൽ ഒരുപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ലോഡ് പൂക്കളുണ്ടായി. ഇതിന്റെ മേലോട്ട് കയറിയ പിന്നെ പൂവിനെ കൊണ്ട് ഏറുന്നതല്ലാന്ന്. അതുകൊണ്ട് തന്നെ റോസ് ഗാർഡൻ കാണാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായില്ല കേട്ടാ. ഇവിടെ തന്നെ കണ്ടില്ലല്ലോ. പിന്നെ എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടാ, ഞാനത് കാണിച്ചു തരാം. നമ്മൾ ആടെ എത്തിയിട്ട് ആടെ എല്ലാവരും ആടി ഇടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ടായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല എന്നാ. അങ്ങനെയല്ല രമണ, ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുറെ നാളിന് ശേഷം കിഡിലെ ഫോട്ടോസും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് നടന്നിട്ടായാലും നമുക്ക് ക്ഷീണം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ മൈതാനം പോലത്തെ സ്ഥലത്ത് ഇരുന്നതായിരുന്നു. ആൾക്കാരും എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായി. അതല്ലെങ്കിൽ ഇതിനപ്പ് നമ്മള് ന്യൂ പാർക്ക് എന്ന് പറഞ്ഞിട്ട് മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഒരു ലോഡ് ജനങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരും താഴെ ഇരിക്കുന്ന. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെ നടക്കാൻ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് തോന്നുന്നു. എല്ലാവരും മേലുണ്ടായിരുന്നു. അതിനിടക്കാതെ നിങ്ങൾ ഈ ആകാശം ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല പോലെ മഴക്കാരൊക്കെ ഉണ്ടായി. പക്ഷേ എങ്കിൽ നമ്മൾ നാളാളും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടിന്, കാരണം അവിടെ പുല്ലൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് നാളെ വരാം. നമ്മൾ മേലെ പോയ സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നു. കാണാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമാക്കാൻ ചാൻസ് ഇല്ല. പിന്നെ കുറെ കള്ളന്മാരുണ്ടല്ലോ, ടിക്കറ്റ് കൊടുത്ത പൈസ മുതലാകാൻ വേണ്ടി ഇവിടുന്ന് പൂ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര വൃത്തിയായിട്ടൊരു സ്വഭാവമായി. അവിടെ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ പഠിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ നടന്ന് വരുമ്പോൾ എന്താ ഇതുപോലെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നിന്നാലുണ്ടല്ലോ ആ ഫുൾ വ്യൂ നമുക്ക് കിട്ടുക. പിന്നെ താഴെ പോയി കുറച്ച് സമയം നമ്മൾ ഇരുന്നിട്ടുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ കാക്ക് നല്ല സമാധാനമാണ്. പിന്നെ നമ്മളെല്ലാരും കൂട്ടി പുറത്തൊക്കെ ഇറങ്ങി ഈ എണ്ണന്റെ ഗെയിം പേസിട്ട് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഈ പൂച്ച ഇങ്ങനെ കിടക്കുന്ന പോലെ തന്നെ ഒരു സംഭവമായിരുന്നു. പക്ഷെ അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് കാറിന്റെ ഡാഷ്ബോർഡിൽ വെക്കുന്നത്. പക്ഷെ എന്റെ അനിയത്തിയെ സമ്മതിച്ചിരുന്നുണ്ടായിട്ടില്ല. പിന്നെ നമ്മള് ബസ്സിന് വേണ്ടി കാത്തുനിന്ന് ലാസ്റ്റ് റോസ് ഗാർഡനും അതേപോലത്തെ ബോട്ടിങ്ങിന്റെ ആണ് നമുക്ക് അടുത്ത ഓപ്ഷൻ. പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ വന്ന സ്ഥലത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബസ്സിലല്ല പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങാനും ആക്കാനും ഒന്നും പറ്റൂല. നമ്മൾ ഫുൾ പ്ലാൻ തകിടം മറിഞ്ഞു പോയിട്ടുണ്ടായി. അങ്ങനെ ആ വിഷമത്തില് നമ്മൾ എന്താക്കി ഊട്ടി മൊത്തം ഈ ബസ്സിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഊട്ടിന്റെ വില്ലേജ് ഏരിയ ഫുള്ളായിട്ട് ഈ ബസ് നമുക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി
അങ്ങനെ ആനയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കുറെ കുതിരേനെയും അതേപോലെ പശുവിനെയും കണ്ടിട്ടുണ്ടായിനി. വണ്ടി അവിടെ സ്റ്റക്കായ സമയത്ത് എല്ലാരും ഒന്ന് പേടിച്ചിട്ടുണ്ടായിനി. പക്ഷെ ഡ്രൈവർ ആണെങ്കിൽ ഇതിലെന്ത് ഞാൻ ദിവസയിലോട്ട് പോകുന്ന ആരും പേടിക്കണ്ടെന്നൊരു മെയിൻറ്റെയിൻ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മറ്റേ ബസ്സിൽ എല്ലാ സ്ഥലം കറങ്ങിയപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോയിട്ടുണ്ടായത് പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയ സമയത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ, ഫുള്ള് മരങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ എങ്കിൽ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ നല്ല വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പൊ നിങ്ങളൊക്കെ ഈ തേടി ഇപ്പൊ നല്ല വീഡിയോ ഉള്ളത് കഥയിൽ ചോദ്യമില്ല. അങ്ങനെ നമ്മൾ 3 കൂടെ ഒരു ഗുമ്മിന് വേണ്ടി തൈലോളം നടന്നങ്ങ് പോയതായിരുന്നേ. താഴെ പോയ സമയത്ത് നല്ല വ്യൂ ഒക്കെ ആയിരുന്നേ. അങ്ങനെ ഈ തണുപ്പത്ത് ആ വലിയ കുന്ന് മൊത്തം ഇറങ്ങി താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചു നേരം അവിടെ നിന്നേരും എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സമാധാനമായിരുന്നു. പിന്നെ അവിടെ കുറേ കുതിരയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ മേലെ കയറി ഓരോ റൈഡെല്ലാം പോവാം. പിന്നെ ഒന്നും നോക്കില്ല, ഇറങ്ങിയ കുന്ന് മൊത്തം കയറിയിട്ടുണ്ടായിനെ. അപ്പൊ ഇതിന്റെ ബാക്കിയിട്ട് നാളെ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. എന്നിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു, അതൊരു വാട്ടർഫോൾ ആയിരുന്നു. പക്ഷെങ്കിൽ അവിടെ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായത് വരുന്ന വെഹിക്കില്ലേ ഒരു വ്യൂ പോയിന്റിലേനെ. പക്ഷെ നമ്മളെ കാലക്കേടിനെ അത് ക്ലോസ് ആക്കിയിട്ടുണ്ടായിന്. അതിനപ്പുറം പാർക്കൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ പോയിട്ടില്ല കേട്ടാ. ഇവിടുന്ന് ഒരാള് ഐസ്ക്രീം ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഐസ്ക്രീമും കോൺ ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സമാധാനത്തിൽ അവിടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ആടി ഇരുന്നപ്പോ നമ്മളെല്ലാരും കൂടെ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയിട്ടുണ്ടായത് വീട്ടിലേക്കാണ്, വേറെ എവിടെയും നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. വയനാട് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താന്നതിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ഇരുട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊരു ഹോട്ടലിൽ കയറി പൊറോട്ടയും ചില്ലി ചിക്കനും അതേപോലെ പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവർ ചില്ലി ചിക്കൻ്റെ മേലെ പെപ്പർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഏതാ ബ്രില്യന്റ്. പിന്നെ ഒന്നും പറയണ്ട, എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. എന്താ കിട്ടിയെച്ചാൽ അത് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ വണ്ടി കയറി ഇരുന്ന് പിന്നെ എപ്പാന്നറിയില്ല കുറച്ച് സമയം ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ നേരെ വീട് പിടിച്ച്. അപ്പം ഇത്രേ ഉള്ളൂ. എന്നാ പിന്നെ നാളെ കാണാം.